ഒരു പൂന്തോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് പുൽത്തകിടി എന്ന് പറയുന്നത്. പുൽത്തകിടിയെ പൂന്തോപ്പിൻ്റെ ഹൃദയമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. പച്ച വിരിച്ച് വിശാലമായി കിടക്കുന്ന പുൽത്തകിടി ഏതൊരുവൻ്റെയും മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പുൽത്തകിടി നിർമ്മാണവും അതിൻ്റെ പരിപാലനവുമാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എന്തെല്ലാം സാധനങ്ങളാണ് പുൽത്തകിടി നിർമ്മാണത്തിന് ആവശ്യമായി വരുന്നതെന്ന് നോക്കാം. പിക്കാസ്, പേഴ്സ്, ബാസ്ക്കറ്റ്സ്, മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, സാൻഡ്, ലോൺ ഗ്രാസ്, റോസ് ക്യാൻ, റോളർ ഓർ വുഡൻ പ്ലാങ്ക്, റേക്ക്, ലോൺ മൂവർ. പിക്കാസ്, തൂമ്പ, ബാസ്ക്കറ്റുകൾ, വളങ്ങൾ, മണൽ, പുൽത്തകിടിക്ക് ആവശ്യമുള്ള പുല്ല്, റോസ് ക്യാൻ, റോളർ അഥവാ നല്ല കട്ടിയുള്ള മരക്കഷ്ണം മണ്ണ് അടിച്ചുറപ്പിക്കുന്നതിനായിട്ട്, റേക്ക്, ലോൺ മൂവർ എന്നിവയാണ് പുൽത്തകിടി നിർമ്മാണത്തിന് പ്രധാനമായിട്ടും ആവശ്യം വരുന്ന സാധനങ്ങൾ. എങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? നല്ല സൂര്യപ്രകാശമുള്ള വളരെ തുറസായ സ്ഥലമാണ് നമ്മൾ പുൽത്തകിടി നിർമ്മിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. മിക്ക പുല്ലിനങ്ങളും നല്ല സൂര്യപ്രകാശത്തിൽ നന്നായി വളരുന്നവയാണ്. പുൽത്തകിടി നിർമ്മാണത്തിന് മിക്ക മണ്ണിനങ്ങളും അനുയോജ്യമാണെങ്കിലും നല്ല വളക്കൂറുള്ള, പ്രത്യേകിച്ചും ജൈവാംശം നന്നായി അടങ്ങിയിരിക്കുന്ന നീർവാഴ്ചയുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം. നീർവാഴ്ച എന്ന് പറയുമ്പോൾ ജലാംശം ഒട്ടും പിടിച്ചു നിർത്തുവാൻ കഴിവില്ലാത്ത മണ്ണ് ഇതിനത്ര പറ്റിയതല്ല. ചെറിയ രീതിയിൽ അമ്ലതയുള്ള മണ്ണാണ് നമ്മുടെ പുൽത്തകിടി നിർമ്മാണത്തിന് അനുയോജ്യമായിട്ടുള്ളത്. pH 5.5 മുതൽ 6 വരെ അനുയോജ്യമാണ്. pH അസിഡിറ്റി കൂടുതലാണ്, അമ്ലത കൂടുതലാണെങ്കിൽ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. 300 ഗ്രാം ഒരു സ്ക്വയർ മീറ്റർ എന്നുള്ള രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി സ്ഥലം ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെ കാട് ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമാറ്റി നല്ലവണ്ണം കളച്ച് ഒരുക്കണം. 30 മുതൽ 45 സെൻറ്റിമീറ്റർ ആഴത്തിൽ കളയ്ക്കണം. മണ്ണ് കളച്ചിട്ടതിന് ശേഷം 3-4 ദിവസം കഴിയുമ്പോൾ മണ്ണ് ഉണങ്ങി വരുമ്പോൾ കട്ടകൾ ഉടച്ച് കളകളുടെ കുറ്റികളും വേരും മാറ്റുക. കല്ലുകളെല്ലാം മാറ്റി മണ്ണ് നല്ല പൊടി പോലെ പരുവപ്പെടുത്തിയെടുക്കുക. തുടർന്ന് മണ്ണ് ഇടവിട്ട് നനച്ചു കൊടുക്കുക. അങ്ങനെ മണ്ണ് അവിടെ നന്നായി ചേർന്ന് പരുവമാകും. ഈ സമയത്ത് മുള പൊട്ടുന്ന കളകളെല്ലാം വേരോടെ പിഴുതു കളയണം. പുൽത്തകിടി നിർമ്മിക്കുമ്പോൾ മണ്ണിൻ്റെ സ്വതസിദ്ധമായ കിടപ്പനുസരിച്ച് ചെരിച്ച് ചെയ്യുന്നതാണ് അതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നല്ലത്. വെള്ളം കെട്ടി നിൽക്കുന്നത് പുൽത്തകിടിക്ക് ഒട്ടും നല്ലതല്ല. ചെരിവില്ലാത്ത പ്രദേശമാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തോന്നാത്ത രീതിയിൽ ചെറിയൊരു ചെരിവ് പുൽത്തകിടിക്ക് കൊടുക്കുന്നത് അഭികാമ്യമാണ്. തുടർന്ന് റോളിംഗ് നടത്തി മണ്ണ് ഉറപ്പിക്കുക. പുൽത്തകിടി നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്ന പുല്ലിനങ്ങളാണ് നമ്മൾ അടുത്തായി കാണുന്നത്. ബർമൂഡ ഗ്രാസ്, ബഫല്ലോ ഗ്രാസ്, മെക്സിക്കൻ ഗ്രാസ്. പ്രധാന ഇനങ്ങൾ പരിചയപ്പെടുത്തി. ഈ 3 ഇനങ്ങളുടെയും വ്യത്യാസം നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ കൂടുതൽ വ്യക്തമാകും. അടുത്തതായി എങ്ങനെയാണ് പുൽത്തകിടി നടുന്നത്? പുൽത്തകിടിക്ക് അതിൻ്റെ പ്ലാന്റിംഗ്, നടീൽ രീതി പലതരമുണ്ട്. വിത്ത് വഴി നമുക്ക് പുൽത്തകിടി ഉണ്ടാക്കാം. വിത്ത് വഴി പുൽത്തകിടി നിർമ്മിക്കുമ്പോൾ 2-3 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഇളക്കി 100 സ്ക്വയർ മീറ്ററിന് 250 ഗ്രാം വിത്താണ് ആവശ്യമായി വരുന്നത്. വിത്ത് മണലുമായി ചേർത്ത് ഒരേപോലെ പാവുക. തുടർന്ന് ചെറിയ കനത്തിൽ മണ്ണ് കൊണ്ട് ഒരു നേർത്ത ആവരണം കൊടുക്കുക. മണ്ണ് ഒതുക്കി നനച്ചു കൊടുക്കുക. 3 മുതൽ 5 ആഴ്ച കൊണ്ട് പുല്ല് നന്നായി മുളച്ചു വരും. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ടർഫിംഗ് അഥവാ സോഡിംഗ് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 20x20 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മണ്ണോട് കൂടി വെട്ടിയെടുക്കുന്ന പുൽത്തകിടി കഷ്ണങ്ങൾക്കാണ് ടർഫ് അഥവാ സോഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ വെട്ടിയെടുക്കുന്നതിൽ കളകളുണ്ടാകരുത്. ഈ ടർഫുകൾ പുൽത്തകിടി നിർമ്മിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒന്നിനോടൊന്ന് ചേർത്ത് വയ്ക്കുന്നു. ഒന്നിൻ്റെ മുകളിൽ കയറാതെ പൂർണ്ണമായും മണ്ണിൽ ചേർന്നിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയിലുള്ള സ്ഥലത്ത് മണ്ണിട്ട് നന്നായി ഉറപ്പിച്ചു കൊടുക്കുക. തുടർന്ന് ഇത് റോളർ വെച്ച് ഒതുക്കി കൊടുക്കുക. നന്നായി നനയ്ക്കുക. വളരെ പെട്ടെന്ന് പൂർണ്ണമായ പുൽത്തകിടി നിർമ്മിക്കുവാൻ സാധ്യമായ മാർഗമാണ് ഇത്. ടർഫിംഗ് വഴി പുൽത്തകിടി നിർമ്മിക്കുമ്പോൾ നടുവാനുള്ള പുല്ല് കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് ചിലവ് കൂടും. 3ാമത്തെ രീതിയാണ് ടർഫ് പ്ലാസ്റ്ററിംഗ് എന്നുള്ളത്. ഇവിടെ നടുവാൻ ഉദ്ദേശിക്കുന്ന പുല്ല് ചെറിയ കഷണങ്ങളായി മുറിക്കുന്നു.
ഓരോന്നിലും 2 മുതൽ 3 വരെ നോഡ് വലിപ്പം വരുന്ന രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത്. തുടർന്ന് ഈ കഷണങ്ങൾ ചാണക സ്ലറിയും മണലുമായി ചേർത്ത് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ചേർക്കുന്നു. വക്യൂൽ കൊണ്ട് ഈ സ്ഥലം മുഴുവൻ 2-3 ദിവസത്തേക്ക് കവർ ചെയ്യുന്നു. ബാഷ്പീകരണം മൂലമുള്ള ജലനഷ്ടം ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മഴക്കാലത്ത് വിജയിപ്പിക്കാവുന്ന ഒരു മാർഗമാണിത്. അടുത്തതാണ് ഡിബ്ലിംഗ് എന്നുള്ള രീതി. പുൽത്തകിടിക്ക് ഉപയോഗിക്കുന്ന പുല്ലിൻ്റെ ഓഫ് ഷൂട്ടുകൾ ശേഖരിച്ച് ചെറിയ കഷണങ്ങളായി മുറിച്ച് പരുവപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് ഒരേപോലെ വിതറുന്നു. തുടർന്ന് മണലും മണ്ണും 1 സെൻറ്റിമീറ്റർ കനത്തിൽ വിതറി കൊടുക്കുന്നു. ചെറിയ രീതിയിൽ റോളിംഗ് നടത്തി ഉറപ്പിക്കുന്നു. നന്നായി നനച്ചു കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലത്താണ് ഈ മെത്തേഡും അനുയോജ്യം. ഇതുകൂടാതെ ഉപയോഗിക്കാവുന്ന രീതിയാണ് നമ്മൾ കട്ട് ഗ്രാസ് രീതി എന്ന് പറയുന്നത്. ചെറിയ കഷണങ്ങൾ മുറിച്ചെടുത്ത് അത് ചേർത്ത് നടുന്ന രീതിയാണ് കട്ട് ഗ്രാസ് മെത്തേഡ്. പുൽത്തകിടി നിർമ്മിക്കുന്നതിനേക്കാൾ ഏറ്റവും വെല്ലുവിളി നേരിടുന്ന കാര്യം അതിൻ്റെ പരിപാലനമാണ്. വളരെ ശ്രദ്ധ വേണ്ട കാര്യമാണ് പുൽത്തകിടിയുടെ പരിപാലനം. ഇതിൽ വരുന്ന കാര്യങ്ങളാണ് മൂവിംഗ്, റോളിംഗ്, ജലസേചനം, കളപറിക്കൽ, വളപ്രയോഗം, സസ്യസംരക്ഷണം എന്നിവ. പുൽത്തകിടി വെട്ടി നിർത്തുന്നതിനെയാണ് മൂവിംഗ് എന്ന് പറയുന്നത്. പുൽത്തകിടിയുടെ ഭംഗി നിലനിർത്തണമെങ്കിൽ 3 ആഴ്ചയിലൊരിക്കലെങ്കിലും പുൽത്തകിടി നമ്മൾ വെട്ടി നിർത്തണം. ഇങ്ങനെ പുൽത്തകിടി വെട്ടി നിർത്തുന്നതിനെയാണ് മൂവിംഗ് എന്ന് പറയുന്നത്. ഇതിനിവിടെ കാണുന്ന മൂവർ എന്ന ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് റോളിംഗ്. പുൽത്തകിടി നിർമ്മാണത്തിനായി സ്ഥലം ഒരുക്കിയപ്പോൾ നമ്മൾ മണ്ണ് റോളർ ഉപയോഗിച്ച് ഉറപ്പിക്കുന്ന കാര്യം കണ്ടല്ലോ. എന്നാൽ പുൽത്തകിടി വ്യാപിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റോളിംഗ് നടത്തി മണ്ണിനോട് ചേർത്ത് നിർത്തേണ്ടത് ആവശ്യമാണ്. ഇത് ചിതൽ, മണ്ണിര എന്നിവയുടെ ഉപദ്രവത്തിൽ നിന്നും പുൽത്തകിടിയെ സംരക്ഷിക്കും. മാസത്തിൽ 2-3 പ്രാവശ്യം റോളിംഗ് നടത്തുന്നത് നല്ലതാണ്. മഴക്കാലത്ത് മണ്ണ് നനഞ്ഞ് കുതിർന്ന് കിടക്കുമ്പോഴും റോളിംഗ് നടത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് പുൽത്തകിടിക്ക് നല്ല നന ആവശ്യമാണ്. കൂടുതൽ വെള്ളം ഒന്നിച്ച് നൽകാതെ ഇടവിട്ട് നൽകുന്നതാണ് നല്ലത്. സ്പ്രിംഗ്ലർ പുൽത്തകിടിക്ക് പറ്റിയ ഒരു ജലസേചന മാർഗമാണ്. അടുത്തതായി വീഡിംഗ് അഥവാ കളകൾ. പുൽത്തകിടിയുടെ വലിയ ശത്രുക്കൾ തന്നെയാണ് കളകൾ. കളകൾ കണ്ടാൽ ഉടനെ തന്നെ വേരോടെ പറിച്ചെടുത്ത് നശിപ്പിച്ച് കളയണം. ഒരു കാരണവശാലും കളകളിൽ വിത്തുണ്ടാകുന്നതുവരെ തുടരാൻ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചാൽ കളകൾ കൊണ്ട് പുൽത്തകിടി നിറഞ്ഞ് പുൽത്തകിടിയുടെ ഭംഗി മുഴുവൻ നഷ്ടമാകും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് നൈട്രജൻ്റെ കുറവ് ചെടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. പുൽത്തകിടിയുടെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ പച്ചപ്പ് തന്നെയാണ്. നൈട്രജൻ്റെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ പുൽത്തകിടി അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു മഞ്ഞ കളറിലേക്ക് മാറുന്നതായി കാണാം. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ 1 മുതൽ 2% വീര്യത്തിൽ യൂറിയ വെള്ളത്തിൽ ലയിപ്പിച്ച് ചെടികൾക്ക് നൽകാവുന്നതാണ്. ഫോർക്ക് ഉപയോഗിച്ച് വർഷത്തിലൊരിക്കൽ പുൽത്തകിടി ഇളക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. തുടർന്ന് 2:1:1 എന്ന അനുപാതത്തിൽ അമോണിയം സൾഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 50 മുതൽ 75 ഗ്രാം 1 സ്ക്വയർ മീറ്റർ എന്നുള്ള രീതിയിൽ നൽകുക. തുടർന്ന് പുൽത്തകിടി റോളർ ഉപയോഗിച്ച് ഒതുക്കുക. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് വളം നൽകിയിരിക്കുന്ന നല്ല രീതിയിൽ വളം നൽകിയിരിക്കുന്ന പുൽത്തകിടിയാണ് മുകളിൽ കാണുന്നത്. കീഴെയുള്ളത് ഒരു പെയിൽ കളറിലേക്ക് മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചല്ലോ. അടുത്തതായി സസ്യ സംരക്ഷണ മാർഗങ്ങൾ. പുൽത്തകിടിയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുൽത്തകിടിയിൽ ചിതൽ അതുപോലെ മണ്ണിര എന്നിവ ഉണ്ടാക്കുന്ന ഡാമേജിനെ നമുക്ക് റോളർ ഉപയോഗിച്ച് റോളിംഗ് നടത്തുന്നതിലൂടെ ഒരു പരിധിവരെ സംരക്ഷിക്കുക. ടെർമൈറ്റ് അറ്റാക്ക്, ചിതൽ മൂലമുള്ള നാശം ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ ചിതൽ നാശിനി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഫെയറി റിംഗ് എന്ന ഫംഗസ് രോഗം. ഒറ്റ നോട്ടത്തിന് ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഫെയറി റിംഗ് ഒരു ഫംഗസ് രോഗമാണ്, അതായത് കൊമ്മൽ രോഗമാണ്. ഇതിൻ്റെ നടുവ് ഉണങ്ങാതെ ചുറ്റും വൃത്താകൃതിയിൽ ഉണങ്ങുകയാണ്. ടെർമൈറ്റ് അറ്റാക്കിൻ്റെ ഉണക്ക് വരുന്ന ഭാഗം മുഴുവനായിട്ടും ഉണങ്ങിപ്പോകും. അവിടെ നമ്മൾ പറിച്ചെടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും അത് നശിച്ച് അതിൻ്റെ വേരെല്ലാം നശിച്ച് പൂർണ്ണമായിട്ടും ഊരിപ്പോരുന്നത് കാണുവാനായിട്ട് സാധിക്കും. ടെർമൈറ്റ് അറ്റാക്ക് തീവ്രമായാൽ ചിതൽനാശിനി ഉപയോഗിക്കും. ഫെയറി റിംഗ് ഉണ്ടായാൽ ഫംഗിസൈഡ് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരുന്ന
പുൽത്തകിടികൾ 5 വർഷത്തോളമാണ് അതിൻ്റെ പൂർണ്ണ ഭംഗിയിൽ നിലനിൽക്കുക. 5 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഭംഗി കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. ആയതിനാൽ 5 വർഷങ്ങൾക്ക് ശേഷം പൂർണ്ണമായ ഭംഗിയോടുകൂടി പുൽത്തകിടി ഉണ്ടാകണമെങ്കിൽ നമ്മളത് റീപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ റീപ്ലാന്റ് ചെയ്താണ് ആ ഭംഗി നമുക്ക് നിലനിർത്തുവാൻ സാധിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണല്ലോ. പൂന്തോപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ചും ഓരോ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി ചെറിയ ഒരു പൂന്തോപ്പ് നമുക്ക് നിർമ്മിച്ചാലോ? ഈ ഓരോ ഘടകങ്ങളും ഒന്നിച്ചു ചേർത്ത് നമുക്ക് പൂർണ്ണമായ ഒരു പൂന്തോപ്പിലേക്ക് എത്താം. അത് നമുക്ക് മറ്റുള്ളവർക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വില കൊടുത്ത് പുൽത്തകിടി വാങ്ങുകയൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ ബഫല്ലോ ഗ്രാസ് നമുക്ക് ലഭ്യമാകും. അതുമല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള നല്ല പുല്ല് ടർഫിംഗ് മെത്തേഡിലൂടെ മുറിച്ചെടുത്ത് നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് അത് ടർഫിംഗ് നടത്തി ഒരു പുൽത്തകിടി നമുക്ക് സൃഷ്ടിക്കാം. എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലേ? പാഠഭാഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ റെക്കോർഡ് വർക്ക്, അതിൻ്റെ ഡീറ്റെയിൽസാണ് നൽകിയിരിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കി വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നിർത്തി നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. റെക്കോർഡിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പുൽത്തകിടിയുടെ വർക്ക് അത് രേഖപ്പെടുത്തുവാനായി ഒരു ഒബ്സർവേഷൻ ചാർട്ടും അവസാനം ചേർത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ആ കോളങ്ങളും ഫില്ല് ചെയ്ത് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ നാട്ടുകാർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു പുൽത്തകിടി കൂടി നമ്മുടെ വീടുകളിൽ ഉണ്ടാകട്ടെ. അങ്ങനെ നല്ല ഒരു ഉദ്യാനം കൂടി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുവാൻ ഈ പഠനം സഹായകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.